ചെയ്യുന്ന മിസ്റ്റർ കപിൽ കൃഷ്ണ നമ്മുടെ സിനിമയുടെ എഡിറ്റർ കൂടെയാണ് അദ്ദേഹം. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഡയറക്ടർ ഓഫ് KGF സ്റ്റുഡിയോ മിസ്റ്റർ കപിൽ കൃഷ്ണ. സോ നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. We welcome you, Kapil Krishna, and some few words. ഞങ്ങളുടെ co-producers ഒരാളുണ്ട് ആകെ ഇല്ലേ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വുഡ് ലൈക്ക് ടു വെൽക്കം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ അനിൽ പിള്ളൈ. അദ്ദേഹം ദുബായിലൊരു ബിസിനസ് നടത്തുകയാണ്. അതിനേക്കാൾ ഉപരിയുള്ളൊരു സന്തോഷം നമ്മുടെ സിനിമയുടെ co-producer എന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം നിരവധി തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള co-producers ഒരാൾ തന്നെയാണ് ശ്രീ അനിൽ പിള്ളൈ. സോ ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ അനിൽ പിള്ളൈ ഓൺ സ്റ്റേജ്. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And I request everyone please take the center of the stage if you don't mind. Yeah, thank you so much. സോ അല്ലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ? കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഓക്കെ, എല്ലാവരും കൈ കൊണ്ടിട്ട് ഒന്നുമില്ല. പെട്ടെന്ന് രണ്ടു വാക്കാം ഇല്ല. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് നൗ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മളുടെ ഫൈനലി co-producers ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആക്ടറാണ്, സിംഗറാണ്. എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ladies and gentlemen, would like to welcome Srinath Bhasi on stage. ഒരു energetic ആയിട്ട് കൈ സമ്മാനിക്കാം. The very young and the very charming, energetic co-producer of our movie and also നമ്മുടെ സിനിമയിലെ ആക്ടർ കൂടെയാണ്. അദ്ദേഹം ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. So Bhasi, please have few words. എനിക്കും ഭയങ്കര പുതുതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഐ ഡോണ്ട് നോ. Thank you for giving me this opportunity. ഇങ്ങനത്തെ ഒരു വേദിയിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ എൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സിനിമ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഭക്ഷണമായിട്ട് വരുമ്പം ഒരു പാട്ടൊക്കെ പാടിക്കുന്നുണ്ട്. പക്ഷെ ഐ നോ എനിക്ക് വൈറൽ ഫീവറാണ്, അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ താമസിപ്പിക്കുന്നില്ല, നേരെ ചടങ്ങിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ മോഷൻ ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് പ്രൊഡക്ഷൻ ഹൗസും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും ഫൗണ്ടറും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ 20 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്ത് വിജയകരമായി 50 ദിവസം സക്സസ്ഫുള്ളി ഓടിയ നമ്മളുടെ ദേവദൂതൻ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ്റെ എട്ടിപ്പൊളി ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള CR കോക്കർ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോ ബിഫോർ വി ലോഞ്ച് ദ മോഷൻ ടൈറ്റിൽ ലോഞ്ച് ഇതൊക്കെ എന്താണ് പറയാൻ പറ്റുന്നത്? എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടെ എൻ്റെ 2 ദിവസം മുമ്പ് വന്ന് കണ്ടു. അപ്പം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. ആക്ച്വലി ഒരു വെക്കേഷൻ ടൈമിലാണ് ആകെ ഞാൻ വീട്ടിലൊരു എന്താ പറയുക ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഓടി വരാനുള്ള റീസൺ ഇത് വലിയ ആൾക്കാരുടെ ഒരു ഫങ്ഷന് അല്ലാത്തതുകൊണ്ടായിട്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്കതിഷ്ടമാണ്. അപ്പം എനിക്കിഷ്ടം പറഞ്ഞ കാര്യം വൈപ്പിൻ എന്ന് പറയുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് തുടങ്ങി വെച്ച ഒരു സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ അതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു, ഭയങ്കര വലിയ സിനിമയായി മാറി. അതേമാതിരി തന്നെ ഇത് ദൈവാനുഗ്രഹിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് അത് വലിയ ഒരു സക്സസ്സായി മാറട്ടെ. എൻ്റെ സുഹൃത്തുക്കളായ ബാബിനും ആൻഡ് ശ്രീനാഥ് ബാസി എല്ലാവരും ആർട്ടിസ്റ്റായിട്ടാണ് ഈ നിരക്കുന്നു സാധിക്കൊണ്ടിവിടെ അന്വേഷിച്ച് ചേർത്തു. അങ്ങനെ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള എല്ലാവരെയും ഞാൻ കണ്ടു. അപ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയ സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും നല്ലതും ദൈവം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ സിനിമ എന്നതിലുപരി വലിയ വിജയമായി തീരട്ടെ, പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി അല്ലേ, ജനപ്രീതിയുള്ള ഒരു സിനിമയായി പൊങ്കാല മാറട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട്
മോഷൻ ടൈറ്റിൽ ലോഞ്ചിങ്ങിലേക്ക് നമുക്ക് കടക്കാം. സോ നേരത്തെ പോലെ തന്നെ ഒരൊറ്റ ക്ലിക്കിലൂടെയാണ് നമ്മളുടെ മോഷൻ ടൈറ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മേ ഐ റിക്വസ്റ്റ് എവ്രി വൺ ഒന്ന് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട് ബഹുമാനത്തോടു കൂടി തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൂവിംഗ് ടു ദ ടൈറ്റിൽ ലോഞ്ച്. നമ്മളുടെ മോഷൻ ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. സോ ദ LED സ്ക്രീൻ പ്ലീസ്. So ladies and gentlemen, Global Pictures Entertainment presents പൊങ്കാലയുടെ മോഷൻ ടൈറ്റിൽ ലോഞ്ചിങ് ആണ് ഇവിടെ നടന്നത്. എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സും ഒരു പരിധിയിലല്ലേ അതിൽ ഒളിഞ്ഞൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മോഷൻ ടൈറ്റിൽ? നിങ്ങളുടെ കൈയിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ചടങ്ങിന് വേണ്ടി വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ആൻഡ് പ്ലീസ് ബി സീറ്റഡ് പ്ലീസ്. താങ്ക് യു. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു മോഷൻ ടൈറ്റിൽ നമ്മൾ കണ്ടു ഒരുപാട് താരങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പം താരങ്ങളെ ഒന്ന് ക്ഷണിക്കാം. അതിനു മുൻപ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമാ ലോകത്തിലേക്ക് മിമിക്രി എന്ന ഒരു കലാരൂപത്തിലൂടെ അല്ലെങ്കിൽ മിമിക്രിയിലൂടെ ഒരുപാട് കലാകാരന്മാരെ പ്രദാനം ചെയ്ത ഒരു സ്ഥാപനമാണ് നമ്മളുടെ കലാഭവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അയൽവക്കം കൂടിയാണ് കലാഭവൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഒരുപാട് കലാകാരന്മാരെ സമ്മാനിച്ചിട്ടുള്ള കലാഭവനിൽ നിന്നും അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ ചെറിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സ്നേഹിതരെ, കലാഭവന്റെ അടുത്ത് വെച്ച് തന്നെ പൊങ്കാലയിടൽ നടക്കുകയാണ്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പുതുമയുള്ള പേരായതുകൊണ്ട് എല്ലാവരും ഈ ഫിലിം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിലെ താരങ്ങളെല്ലാം നമുക്ക് സുപരിചിതരാണ്. എല്ലാവിധ മംഗളങ്ങളും വിനിലിനും സഹപ്രവർത്തകർക്കും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു മോഷൻ ടൈറ്റിൽ നമ്മൾ കുറേ ആൾക്കാരെ കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരങ്ങളുടെ പോസ്റ്റേഴ്സാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരെ നമ്മൾ പിക്ക് ചെയ്യുന്നില്ല. ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ സിനിമയുടെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ അഭിനേതാക്കളെയും എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ഒരുമിച്ച് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മുമ്പിലിരിക്കുന്ന വിപിൻ ചേട്ടനാണ്. അപ്പോൾ വിപിൻ ചേട്ടനെ ഞാൻ ആദ്യം തന്നെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ വിപിൻ ജോർജ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് വുഡ് ലൈക്ക് ടു വെൽക്കം അലൻസിയാർ. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. റോഷൻ ബഷീർ, സാദിഖ, ഒപ്പം തന്നെ മുരുകൻ മാർട്ടിൻ. നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മുരുകൻ ചേട്ടൻ. സുധീർ സുകുമാരൻ, ഒരു പക്ഷേ ഡ്രാക്കുള സുധീർ എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുക. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ കിച്ചു ചേട്ടൻ എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കാം. ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിൽ പോവുകയാണ്. അപ്പോൾ കിച്ചു ടെലേസ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഒപ്പം തന്നെ നമ്മുടെ ശാന്തകുമാരി ചേച്ചി ഇവിടെയുണ്ട്. ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവിധ ബഹുമാനത്തോടു കൂടി തന്നെ ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇതിനിടയിൽ നമ്മൾ കണ്ടൊരു മുഖമുണ്ട്. നമ്മളുടെ ചിത്രത്തിന്റെ ഹീറോയിൻ, ദ വെരി ലവ്ലി ആൻഡ് വെരി ഗോർജിയസ് യാമി സോന, നമ്മുടെ സിനിമയുടെ നായികയാണ്. സോ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ യാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് സിയാദക്ക അദ്ദേഹത്തിന് ഏറ്റവും ഹൃദയം നിറഞ്ഞു നന്ദി ഈ ഒരു വേദിയിൽ അറിയിച്ചുകൊണ്ട് തന്നെ, ഒപ്പം നമ്മളുടെ മോഷൻ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും സിനിമയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ? ഇങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് സംസാരിപ്പിക്കാം. യെസ് വിപിൻ ചേട്ടാ. നമസ്കാരം. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം ബാഡ് ബോയ്സ് തിയേറ്ററിൽ ഇറങ്ങി അത് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഈ പരിപാടി, അതായത് എൻ്റെ വില്ലൻ്റെ കൂടി ഒരു സ്വപ്നമാണ്. അല്ല, എൻ്റെ കൂടെ സ്വപ്നമല്ലേ വില്ലൻ്റെ ഈ സിനിമ അല്ലേ? കാരണം ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ എല്ലാ കാര്യത്തിനും വില്ലൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്, മനസ്സുകൊണ്ടും അല്ലാതെയൊക്കെ. പിന്നെ ഈ പറയുന്ന ശ്രീനാഥ് ബ്രോ, എനിക്ക് തോന്നുന്നു ഒരു തവണ മഹാരാജസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ബ്രോയുടെ കാര്യം, എനിക്ക് വലിയ ഇഷ്ടമുള്ള നടനാണ്. അപ്പോൾ ബ്രോയുടെ കൂടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു റോൾ മോഡൽസ് എന്ന് പറയുന്ന ഫഹദിൻ്റെ പടത്തിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് യമണ്ടൻ പ്രേമകഥയിൽ DQൻ്റെ ഒപ്പം അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്ന സിനിമയാണ് ഈ പൊങ്കാല. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന് എല്ലാ നന്ദി അറിയിച്ചുകൊണ്ടാണ്. താങ്ക് യു വിപിൻ ചേട്ടൻ. ബാഡ് ബോയ്സ് കാണണോട്ടാ, അത് പറയാൻ പറഞ്ഞു. ഒരു സിനിമയുടെ ഇടയിൽ വേറെ സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? കൊള്ളാം. എന്തായാലും ഇനി നമുക്ക് സാധിക്കാതെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ? ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നുമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം.